ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത പ്രാർത്ഥന ചെയ്ത ഭാഗമാണ് ഞാൻ സൂറത്തുൽ ബഖറയിലെ ഭാഗമാണ് ഓതിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ വബ്അത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, റബ്ബനാ വബ്അത് ഫീഹിം, ഇനി വരാനുള്ള മക്കയിൽ വരാനിരിക്കുന്ന ജനറേഷനുകളിൽ, വരാനുള്ള തലമുറകളിൽ നീ അയച്ചു കൊടുക്കണം റസൂലൻ മിൻഹും, ഇവരിൽ നിന്നൊരു നബിയെ കൊണ്ടുവരണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ ജീവിച്ചതാണ്. ഇസ്മായിൽ നബി വന്നത് എവിടെ നിന്നാ? ഫലസ്തീനിൽ നിന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം വന്നത് എവിടെ നിന്നാ? ഫലസ്തീനിൽ നിന്നാണ്. ഹാജർ റളിയല്ലാഹു അൻഹ വരുന്നത് ഈജിപ്തിൽ നിന്നാണ്. പക്ഷവനെ, ഇനി ഒരു നബിയെ മക്കയിൽ നിന്ന് നീ കൊടുക്കണം. മക്കക്കാരിൽ ജനിക്കുന്ന ഒരു നബി. ആ നബി എന്തൊക്കെ ചെയ്യണം? യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കൊടുക്കുന്ന ഒരു നബിയെ കൊടുക്കണം. അല്ലാഹ് ഇവിടെ ആരൊക്കെയാ? BC 4000 എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം 4000, BC 4000 മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് ദുആ ചെയ്യാണ്, നീ കൊടുക്കണം പടച്ചോനെ, ഒരു നബിയെ നീ കൊടുക്കണം. യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. അപ്പോ കിതാബ് നൽകപ്പെടുന്ന ഒരു നബിയാണ് വരാൻ പോകുന്നത് എന്നും അവിടെ സൂചന വന്നു. വരാൻ പോകുന്ന നബിക്ക് കിതാബ് ഉണ്ടാവും. കാരണം എല്ലാ നബിമാർക്കും കിതാബ് കിട്ടിയില്ല. 4 നബിമാർക്ക് കിതാബ് ലഭിച്ചു, ബാക്കി കുറച്ച് നബിമാർക്ക് സ്ക്രോൾസ്, സുഹഫ് ലഭിച്ചു. കിതാബ് ലഭിച്ചവർ 4 പേർ മാത്രം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർക്കല്ലേ കിതാബ് ലഭിച്ചിട്ടുള്ളൂ. പഠിപ്പിക്കുന്ന ഒരു നബി. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, തത്വജ്ഞാനവും വിജ്ഞാനവും പഠിപ്പിക്കുന്ന ഒരു നബി. വയുസക്കീഹിം, അവരുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെടാതെ അല്ലാഹുവിനെ വഴിപ്പെടുന്ന രീതിയിൽ അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു നബിയെ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അന ദഅവതു അബീ ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ജനിക്കണമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. ആരുടെ ജന്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇബ്രാഹിമിന്റെ ദുആ ദബഹ് ചെയ്തല്ലോ, സാക്രിഫൈസ് ചെയ്തു. ഞാൻ ഇന്ന് സ്കൂളിൽ വിദ്യാർത്ഥികളുമായി അവരുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. നോൺ മുസ്ലിംസിന്, നമ്മൾ അറബിനെ സംബന്ധിച്ച് ദബഹ എന്ന് പറയുമ്പോൾ സാക്രിഫൈസ്, പടച്ചോനെ ആടിനടുത്ത് ഇറച്ചി തിന്ന് ഏർപ്പാടാണെന്ന് വിചാരിക്കും. അത് മാത്രമല്ല, അതിന് ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ അല്ലേ വലാകി യനാലുഹു തഖ്വ മിൻകും. അല്ലാഹുവിന് നിങ്ങളുടെ മാംസവും വേണ്ട, നിങ്ങളുടെ ചോരയും വേണ്ട. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു നോൺ മുസ്ലിംസിന് കൊടുത്ത മെസ്സേജ്, സ്കൂളിൽ നമ്മുടെ വൈഡർ കമ്മ്യൂണിറ്റി, എൻ്റെ സ്കൂളിലാണ് ഒരു 70% നോൺ മുസ്ലിംസ്, കൊടുക്കുന്ന മെസ്സേജ്, you sacrifice something most valuable to you for somebody else. ഇതാണ് ഹജ്ജിന്റെ മെസ്സേജ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമുക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നത്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന് നൽകാൻ തയ്യാറായ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രഷ്യസ് ടൈം, ഇതൊക്കെ പെരുന്നാളിനോടനുബന്ധിച്ച് സമയമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു സാക്രിഫൈസാണ്, നിങ്ങൾ ചെയ്തത് ഒരു ഉദ്ഹിയ്യത്താണ്. നിങ്ങളുടെ സമയം ഈ നേരത്തേക്ക് ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ നീക്കിവെച്ചു. ഇതൊരു തദ്ഹിയ്യ, ഇതൊരു സാക്രിഫൈസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സർവീസ്, നമ്മുടെ ഗുഡ് നെയിം, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇൻഫ്ലുവൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ, അതാണ് ഹജ്ജിന്റെ മെസ്സേജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ രംഗം, ഞാൻ അതിന്റെ ആമുഖം ലഭിക്കാൻ വേണ്ടി ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ടച്ച് ചെയ്യുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അതൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തി.
വാപ്പാ എന്റെ കൈയും കാലും കെട്ടിട്ടിട്ട് എന്നെ ഇറക്കണ്ട, കാരണം ജനങ്ങൾ വിചാരിക്കും ഈ മകനെ നിർബന്ധിച്ച് വാപ്പ ചെയ്തതാണെന്ന്. അത് തോന്നണ്ട, ഞാൻ കിടന്നേക്കാം, നിർത്തേക്കണം വാപ്പ. അത് പറഞ്ഞ മോനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പ്രാൺ അല്ലാമ ഇഖ്ബാലൊക്കെ നിങ്ങൾ പാടിയതല്ലേ, ഏ ഫൈസാൻ നസർ ഥാ ये फैजान नजर था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ये फैजान नजर था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ആരാണാവോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ആദാബ് ഫർസന്ദി, ഒരു മകൻ ചെയ്യേണ്ട അച്ചടക്കം, ഒരു മകൻ വാപ്പയോട് കാണിക്കേണ്ട ബഹുമാനം, ഒരു മകൻ വാപ്പയോട് കാണിക്കേണ്ട വിധേയത്വം, ഇങ്ങനെ ചെയ്യണമെന്ന് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ്? ഇത് ദിവ്യമായൊരു കടാക്ഷമായിരുന്നുവോ? യാ മക്തബ് കീ കറാമത്തി, ഇസ്മായിൽ നബി പഠിച്ച മദ്രസയുടെ മഹത്വമാണോ? നമ്മൾ മദ്രസ എന്ന് പറയുന്നതിന് ഉറുദുവിൽ മക്തബ് എന്നാ പറയാ, അവരായിട്ട് മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ അറബി കോളേജിനെ മദ്രസ എന്ന് പറയാം. മക്തബ് കൊച്ചു ബാലപാഠം പഠിക്കുന്ന മദ്രസകൾ, അതിന്റെ മഹത്വമാണോ? ആരാണ് ഈ കുഞ്ഞിനൊക്കെ പഠിപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ചെയ്തില്ലല്ലോ, ആ അറവ് സംഭവിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ ഒരുങ്ങി, കത്തിവെച്ചു. പക്ഷേ യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി, അൻ സദ്ദഖത الرؤيا إنا كذلك نجزي المحسنين. ഇബ്രാഹിം നബിയെ നിർത്തിയേക്കണം. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോട് മറ്റൊരു കുഞ്ഞിനെയോ മനുഷ്യനെയോ ചെയ്യാൻ, സാക്രിഫൈസ് ചെയ്യാൻ, സമർപ്പണം ചെയ്യാൻ അള്ളാഹു പറയില്ല. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. 90 വർഷം പ്രായം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നൽകുമോ? അതുപോലെ നൽകാൻ നിങ്ങൾ തയ്യാറായില്ലേ? ഇബ്രാഹിം നബിയെ, വലക ഹുനാ ദഅവത്തും മുസ്തജാബ, നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ നൽകുന്നു. അല്ലാഹു നൽകിയ ഗിഫ്റ്റാണ്. പറഞ്ഞോളൂ ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഞാൻ ഇതിന് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ആടിൻകുട്ടിയെ കൊടുത്തു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആടിൻകുട്ടിയെ കൊണ്ടുവന്നു. അതിനറക്കാൻ വേണ്ടി പറഞ്ഞു. അവർ അറുത്തു. മക്കയിലെ പാവങ്ങൾക്ക് അവർ ഭക്ഷിപ്പിച്ചു, അവർ കഴിച്ചു. ചരിത്രം അങ്ങനെയാണ്. ആ ഒരു ദുആ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി ദ്വാരനേക്കണം. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുദ്നിബീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന നബിയെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ദുആയാണ് ഖുർആൻ ഉദ്ധരിച്ച് സൂറത്തുൽ ബഖറ. അവർക്കറിയാമായിരുന്നു, അല്ലാഹുവേ, വരാൻ പോകുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്തികളിൽ പാപങ്ങൾ ചെയ്തു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. തിരിച്ചുപോകൂലേ? സ്വന്തം കുടുംബത്തിനും മക്കൾക്കും പ്രാർത്ഥിക്കാനോടെ പറ്റും. നേർ ദ്വാരുന്ന എങ്ങോട്ടാ? നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക്. ആ ഒരു പ്രാർത്ഥന കേട്ടപാട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഹത്തായൊരു പ്രാർത്ഥന. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് മറുപടിയായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിന് മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ചൊല്ലൂലേ? ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോ ആ പ്രാർത്ഥന പോലും വരാൻ പോകുന്ന ഒരു ഉമ്മത്തിന് വേണ്ടി നീക്കിവെച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു അക്ബർ. നമ്മൾ അത്ഭുതം കേൾക്കുമ്പോൾ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ? നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം. ഒരു വലിയ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഒരു ബാധ്യത നിങ്ങൾ നിർവഹിച്ചു. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ കണ്ടത് നിങ്ങൾ സാക്ഷാത്കരിച്ചു. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചോളൂ, ഉത്തരം കിട്ടും, ഉറപ്പാണ്. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി ദുആ ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ ഒന്നുകൂടെ പറയും
പറയുന്നത് വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുപോലെയുള്ള കാര്യം എനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ മണ്ടത്തരം ചെയ്യുന്നവനല്ലാതെ മറ്റാരാണ് അങ്ങനെ പറയുക? ഇബ്രാഹിം നബി ഒരു സമൂഹത്തെയാ നോക്കിയത്. അതാണ് ഏറ്റവും വലിയ പാഠം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നത്. ഒരു സമൂഹത്തെയാ നോക്കുന്നത്. പൊതുപ്രവർത്തകന്മാർ, സംഘടന, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരു ഇൻസ്പിറേഷനാണ്. സ്വന്തം കുടുംബം അവിടെ ഉണ്ട്, മക്കൾ അവിടെയുണ്ട്, ഭാര്യയുണ്ട് അവിടെ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ, തനിക്ക് വേണ്ടി ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായും തരാമെന്ന് പറഞ്ഞപ്പോൾ വരാൻ പോകുന്ന ആ അന്ത്യ റസൂലിന്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത്. അത് കേട്ട മകനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ലല്ലോ, അവനാണല്ലോ സൃഷ്ടാവ്. അല്ലാഹു അക്ബർ, അവൻ വലിയവനാണ്. ഈ 2 അപ്രീസിയേഷൻ കേട്ടു നിന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടിയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ തന്നെ. വലില്ലാഹിൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. ഈ മറുപടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നോക്കൂ, നമ്മുടെ ഈദ് നമ്മളുമായി ബന്ധിച്ചിരിക്കുക ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഈ ഉമ്മത്തുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബിക്ക് എത്ര ആൺമക്കളാണ് ഉണ്ടായത്? 2 പേർ. ഒരാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റേ നബിയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ പരമ്പരയിലാണ് എല്ലാ നബിമാരും അതിനുശേഷം വന്നത്. എല്ലാവരും. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ഒരേ ഒരു നബിയെ വന്നിട്ടുള്ളൂ. ആ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന്, അവരിൽ നിന്നൊരു നബിയെ നീ കൊടുക്കണം പടച്ചവനെ. ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അമിന ബീവിക്കും അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ 2 പേർക്കും ജനിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ. അല്ലാഹുവേ വബഅത് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു നബിയെ നീ കൊടുക്കണമേ. നാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുകയാണ് ഖുർആൻ. എവിടെയൊക്കെ പറഞ്ഞോ ഇബ്രാഹിം നബിയുടെ ചരിത്രം, കുടുംബത്തെ ചേർത്ത് വെച്ചു അല്ലാഹു തആല. കുടുംബത്തെ പറയും അവിടെ.